മഴക്കലമല്ലേ മഴയല്ലേ മഴയത്തണീറ്റ് പോവണ്ടേ. ബഹുമാനപ്പെട്ട ഹഫീഫ് ഇതാ പുതിയ യൂണിഫോം പഠിപ്പിച്ചിട്ടുണ്ടോ? ബാഗി യൂണിഫോമാണ് ഇതെന്നാണ് പറയണത്. 4 പെൺകുട്ടികൾ ഈ പാൻറ്റ് ഊതി വീർപ്പിച്ച പാൻറ്റ് കണ്ട് വളഞ്ഞ തന്നെ. എത്ര ദിവസത്തിന് ശേഷമാണ് താങ്കൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്? 60 ദിവസങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം. എത്ര എനിക്ക് എണ്ണിയപ്പം തല പൊളിയും. അങ്ങനെ എത്ര ഇപ്പം എണ്ണീൻ്റെ തല പൊളിയും. തലയൊക്കെ വെച്ചിട്ടുണ്ടാക്കി മഴ വീണ്ടും കൊടുത്തു. ഇങ്ങനെ മഴയുമ്പോൾ സ്കൂളിൽ പോകാൻ തോന്നുന്നു. എന്താണ് പറഞ്ഞത്? എങ്ങനെ മഴയുമ്പോൾ സ്കൂളിൽ പോകാൻ തോന്നുക? സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല മഴ പെയ്യുമ്പോൾ. വെരി ബാഡ് ഫീലിംഗ്. ഞാനൊക്കെ പണ്ട് പഠിച്ച ടൈമിൽ എങ്ങനെയാ വെച്ചാൽ ഞാൻ മഴയത്ത് ഫ്ലഡുള്ള ടൈമിലാണ് സ്കൂളിൽ പോയിരുന്നത്. പാറകൾ കടന്ന് മലകൾ താണ്ടി മറ്റേ നിലമ്പൂർ ആ ജന്തപ്പടിൻ്റെ അവിടെ മാനവതിൻ്റെ അവിടെ വെള്ളം കയറിയിട്ട് ബോട്ടിലാണ് ഇങ്ങനെ തുഴഞ്ഞു പോയിഞ്ഞത്. മനസ്സിലായോ? ഇത് പുതിയതാണല്ലോ രണ്ടും. അടുപ്പിച്ച് കിട്ടിയിട്ടുള്ളേ. ബാഗ് രസമുണ്ട് ടഫിയെ. ഇതിൽ വൻ ടീമാട്ടോ. മഴയത്ത് AC ഒക്കെ ഇട്ട് കിടന്നുറങ്ങണത്. എങ്ങനെ ഉറങ്ങണമോ? നോക്കട്ടെ എന്തിയെ ഷർട്ട് മാറ്റണോ? എന്ത് റിന ഓൻ്റെ സൈസിൽ അടുപ്പിച്ചോ? അപ്പോൾ ഓൻ്റെ സൈസിൽ എനിക്ക് എൻ്റെ സൈസ് കൊടുത്തു തുടങ്ങിയോ? അഫീഫിനെ ഏതായാലും നല്ല കൂട്ടുകാരാണുള്ളത് കേട്ടോ. യൂണിഫോമിന് അളവ് കൊടുക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു? സ്വന്തം അളവ് ഊരിയാണ് കൊടുത്തു. എന്റെ ഷർട്ട് അടിച്ചാൽ അടിച്ചാൽ പറഞ്ഞു. എനിക്കിങ്ങനെ അത് സെറ്റാണേ. അപ്പൊ എനിക്ക് ആ ബാഗ് എനിക്ക് വേണം അറിഞ്ഞു. ഷർട്ടൊക്കെ പോയി ഇതെടുത്ത ചില ആദ്യമായിട്ട് യാത്ര ചെയ്തപ്പോൾ കിട്ടിയതല്ലേ. എന്താ ഫീഫ ഇത്? അന്ന് പരിപാടിക്ക് എടുത്തോ? അഫീഫെ റൂം എനിക്കൊന്ന് വൃത്തിയാക്കിട്ടോ അഫീഫെ. റെഡിയായോ? ഇത് പയതാ? ഇല്ല കുഴപ്പമില്ല. ചെറിയ മാച്ച് ഉണ്ട്. പോവൂല ഞാൻ ആക്കി തരണോ? എങ്ങനെ പോവാ? രസമുണ്ടോ? ഇന്ന് ഞാനും ജിമ്മിയും ഒരു സ്ഥലം വരെ പോവാണ്. ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. ഇതാണ് നമ്മളെ ഉപകരണങ്ങൾ കേട്ടോ. വ്ളോഗിങ് എക്യുപ്മെന്റ്സ്. ഒരു മൂഡും ഇല്ലല്ലേ. എങ്ങനെ മഴയും പോവാൻ കാട്ടിനുള്ളിൽ കലവിനുള്ളിൽ തത്തരിന. എന്നാ പോലെ ഞാനുണ്ട്. ആ പൊല്ലി വീണോ? ഇല്ല പോവാ പോരെ. ആ വാച്ച് കെട്ടിക്കോ. ചുമപ്പ് കുട്ടൻ ചേട്ടനെ കാണാൻ ഇപ്പൊ സ്റ്റൈലായിട്ടുണ്ട്. അതേപോലെ തോന്നണം. അവിടെ വാച്ച് അഫീഫിന് പറ്റിയൊരു വാച്ച് ഉണ്ട് കേട്ടോ. കാണിച്ചെന്നാ ഫോക്കസ് ആവണില്ല. കെട്ടിക്ക നോക്കട്ടെ. അവിടുന്ന് കെട്ടിയാറിയാ നോക്കട്ടെ. 6-ാം നമ്പുരാൻ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇമ്മച്ചി പറയണം എന്നെ എങ്ങനെയും വ്ളോഗ് എടുത്താണെങ്കിൽ മോട്ടറാക്കി സ്കൂളിൽ വിടണം. 6-ാം നമ്പുരാൻ്റെ അത്ര വലിച്ച് കെട്ടണം. ഞങ്ങൾ നരമ്പ് കൊടുക്കും അതിൻ്റെ ഉള്ളിൽ. ഒരു ലൂസിൽ കെട്ടിക്കളാ. അഫീഫ് നടത്താൻ കെട്ട് 6-ാം നമ്പുരാൻ പോണ പോലെ ഉണ്ടാവട്ടെ. പോട്ടെ. പോ നടക്ക്.
ഇത് ഉമ്മച്ചിൻ്റെ പുതിയ കലാവിരുദ്ധ കേട്ടോ. ചെടിച്ചട്ടി ലെഫ്റ്റ് സൈഡിലുള്ള ഫുള്ള് റൈറ്റ് സൈഡിലാക്കി വെച്ചു. അഫിയ ഒന്ന് തിന്നല്ലേ? തിന്നണില്ലേ? അല്ല ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. പോര് അവിടെ ഇതുണ്ട്, പായൊക്കെ പൊങ്ങി വെച്ചിക്കണേ. പോര് പെട്ടെന്ന് തിന്നോ. പോര് നല്ലൊരു കൊസി ഉണ്ടാവുള്ളൂ. ഏതോ മക്കളെ സൂട്ടാക്കിക്കണ് തോന്നുന്നു. നല്ല പാൻറ്റൊക്കെ പുതിയ യൂണിഫോം ബാഗൊക്കെ അടിച്ച് ചുമപ്പ് വാച്ചൊക്കെ കിട്ടി സസീന്ദ്രനെ പോലെ പോവാ. അത് മാറ്റി കൊടുത്താ പോരെ? പിന്നെയും കാണണോ? ഇപ്പച്ചി, ബഹുമാനപ്പെട്ട ഇപ്പച്ചി ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ആഴ്ചമാത്ത അടുക്കളയിൽ ബിസിയാണ്. ഓ എന്നെ വിളിച്ചോ? പഴല്ലേ? പക്ഷെ എന്താ തന്നെ കടല ഇല്ല. ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട്? അവിടെ എന്താ ഉണ്ടാക്കണേ? ചോറ് റെഡിയല്ലോ. നല്ല സീയപ്പം ഉണ്ടാക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഇന്നൊരു സാധനം വരുന്നുണ്ട് കേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നായ്ക്കുട്ടി എന്നല്ലേ വരുന്നേ? നായ്ക്കുട്ടിനെ വേറെ റീസൺ കൊണ്ടുവരും. വൈകുന്നേരത്തിന് ഇട്ടോളൂ. പിന്നെ 15 16 ഒരു ഡേറ്റ് പറഞ്ഞാൽ 16 17 എങ്ങനെ ഇതിലെടുക്കല്ലേ? കിട്ടണില്ലത് ഇന്നെ കിട്ടണേ, നിങ്ങളല്ല കണ്ടോ? ഇന്നെ കിട്ടുള്ളേ. പറയൂ. അല്ല ഞാൻ പറഞ്ഞ ഒരു ഡേറ്റ് പറയാറേ. 15 16 അതല്ലെങ്കിൽ 16 എനിക്ക് പരിപാടി ഇല്ലാത്ത 16 17 പരിപാടി ഉണ്ട് തോന്നുന്നത്. ഞാൻ ഇല്ലാത്തൊരു ഡേറ്റ് പറയാം, ഇന്ന് തന്നെ പറയാം. ഓക്കെ. കൊണ്ടുപോവാണ്. ഇപ്പച്ചി വരെ ഡേറ്റ് വെച്ച് പിന്നാലെ ഇറക്കാം കേട്ടോ. പറിച്ചാനെ വേണ്ട ഡേറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഡേറ്റിൽ നിന്ന് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എഴുതി തള്ളു. അഫീഫ് പോയോ? അഫീഫേ എന്താ കയ്യില്? സൺസ്ക്രീനും മോയ്സ്ചറൈസറും. ഓ ചായ കുടിച്ചോ? അഫിയെ ചായ കുടിച്ചോ? ദയവേതൊന്നും തിന്നാതെ പോവല്ലേ. പുതിയ ലൈറ്റിൻ്റെ സെറ്റപ്പ് വാങ്ങിച്ചു കൊടുത്താൽ ഓ മോനെ, ഇത് വ്ളോഗിന് ഗുണം ചെയ്യും കേട്ടോ. നോമ്പിനൊക്കെ ഇവിടെ ഡീസ്കായി നിൽക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവും. താടി ഷേവ് ചെയ്യാൻ വിട്ടായോ? ഓ ഇപ്പം ചിപ്പ് വരും. അപ്പം എന്തായാലും സുഹൃത്തുക്കളെ ഇങ്ങനെ വിളിക്കാതെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ഇതാ ബഹുമാനപ്പെട്ട അഫീഫ് സ്കൂളിൽ പോവുകയാണ്. ചുമന്ന വാച്ചും പച്ച ഷൂസും. എന്തേ വേറൊന്നുമില്ല. ഓ 2 കുട്ടികൾ വളഞ്ഞ തന്നെ.
ഇത് ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ കൊണ്ടുപോയ ബാഗാണ് അഫീഫേ. നോക്കട്ടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 8ലും 10ലൊക്കെ യൂസ് ചെയ്തതിൻ്റെ ബാഗ് എടുത്തിട്ടാണ് അഫീഫ് പോകണം കേട്ടോ. ഇതിൻ്റെ സ്കൂൾ ബാഗ് ഇനി ഈ ബാഗ് വൻ സ്റ്റെബിലിറ്റിയിലെ ബാഗാട്ടെന്നാ നോട്ടെ. പക്ഷെ നല്ല സ്റ്റൈലല്ല ബാഗ് ഇരുന്ന നോട്ടെ. അപ്പോൾ കുറച്ച് കളർ പോയി. ഒരു 8-10 കൊല്ലായില്ലേ. എന്നാലും സാധനം നിൽക്കുന്നുണ്ട്. ഏയ് അത്രക്കില്ല കേട്ടോ. ഇല്ല അത് മറക്കുന്നില്ല. മിസ്സിന് മുട്ടായ അഫീഫ് ഏത് വണ്ടി മേലെ പോണേ? അപ്പൊ എന്നെ ആക്കി തരാനാ? ആക്കി തരാം. അപ്പൊ ചില പറഞ്ഞ ആക്കി തരണ്ട ഞാൻ പോകുന്നൊക്കെ. അത് പിടിച്ചോ. പൊന്നിൽ കുളിച്ചു നിന്ന ചന്ദ്രിക. വീട്ടിൽ നോക്കാം. കൊണ്ടാക്കി വരാം. ചില്ലറ പൈസ ഒത്തര നേരം സ്കൂട്ടി പോകാന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ പറഞ്ഞു. അപ്പൊ വേണ്ട പറഞ്ഞു. ഞാൻ ഒറ്റ കോഴിക്കോട് നമുക്ക് പറഞ്ഞു. എന്നിട്ടിപ്പോ നേരം വൈകിയപ്പോ വരല്ലേ. നേരം വൈകിക്കണേ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഇതില് പാടി വെക്കപ്പോ ഫുള്ള് ഇതാണേ മൂളക്കാണേ. നീയോ ദൂരെ പോകും നെഞ്ചു പുണ്ണാക്കിടന്നേ പാത വഴി മണ്ണാക്കിടന്നേ. കറക്റ്റാ. കാലകാല ദൂരം വഴി കിടന്നേ രാസ വന്നാ ഉനക്കെല്ലാം കിടന്നേ. ഏലേ നീയോ ദൂരെ പോകും നെഞ്ചു പുണ്ണാ കിടന്നേ പാത പോന്ന പാത വഴി മണ്ണാ കിടന്നേ. കാലകാല ദൂരം രാസ വന്നാ ഉനക്കെല്ലാം കിടന്നേ. ഏലേ രാസ വന്നാ ഉനക്കെല്ലാം കിടന്നേ. ബഹുമാനപ്പെട്ട അനു അന്തംഗമ്മിയായി അഫീഫിനെ സ്കൂൾക്ക് ആയി കൊടുക്കണ്ട കേട്ടോ. അല്ല ഇതിപ്പോ എങ്ങനെ ബെൽറ്റ് ഇടുക? ഇത് ഞാൻ ഏത് കൈ കൊണ്ടാ ബെൽറ്റ് ഇടുക? അടച്ചോനെ കുറച്ചുണ്ടോ അവിടെ? കയറ്റിവിട്. എന്തെങ്കിലും കൊടുക്കണ്ടേ? വിട്ടോ പോയിട്ടോ? പോയില്ലേ? കാണണ്ടോ? പോയില്ലപ്പോ വിളിച്ചോട്ടെ. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ലേ? അതേ കരേ പോന്നോ? കുറച്ചേരായി പോന്നിട്ട് കുറച്ചേരായി പോന്നിട്ട് പോയിട്ടുണ്ടാവില്ല. ചിലപ്പോ ബസ് സ്റ്റാൻഡിൽ ഇല്ലെങ്കിൽ അവൻ പോയിട്ടുണ്ടാവില്ല. ബസ് സ്റ്റാൻഡിലില്ല, അവൻ പോയിട്ടുണ്ടാവില്ല. എന്റെ പോനെ
എന്താ ചെയ്യാ? അയ്യോ ഓൻ പോയിട്ടില്ലേ? കൺഫ്യൂസിങ് കിങ് ആണ്. ഒന്നാ അവന് ഫോണാണ് എടുത്തോടെ കജ്ജില്. ഞാൻ പോട്ടെ, എനിക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായി. ഹലോ, ഓന് കൊറേ നേരമായ പോന്നിട്ട്. ഇല്ല, ഇപ്പൊ അപ്പാടെ എത്താനാവണുള്ളൂ. അവന്റെ ഉപ്പാന്റെ ഉപ്പാണ് വണ്ടിമേല വരുന്നുണ്ടോ? സ്കൂൾക്ക് വണ്ടിമേലാണ് ഷോക്ക്. ഇവിടെ വരെ ഒന്ന് തിരിച്ചു വേന്തിരിഞ്ഞു 8:45 ഡോക്ടർ എനിക്ക് 10 മണിക്ക് കോഴിക്കോട് 10 മണിക്കല്ലേ പറപ്പിച്ചെത്തു. വിടഞ്ഞു വേന്തിരി ഒരിക്കലും എത്തൂല. അഫീഫിനെ കൊണ്ട് കിട്ടണ മെച്ചങ്ങളാട്ടത്. സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ട് തിരിച്ച് അതേപോലെ ഓൻ്റെ കമ്പനിക്കാരെടുക്കാൻ തിരിച്ചും കിട്ടാൻ എൻ്റെ നാട്ടിൽ തന്നെ കിട്ടണ പോരാ. ആ വരുന്ന ഫർസാന്. ടീച്ചറാണോ പോയി? ഏത് ടീച്ചറ്? ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറാണോ പോയി? ക്ലാസ് ടീച്ചറോ? അത് കണ്ടോ? കണ്ടോന്നുണ്ട്. എടാ അവിടെ മുട്ടിമായൊക്കെ ഇമ്മ കൂടെ കുത്തിറക്കല്ലേ എമ്മേ വീണോ? ഫർസാനെ എന്താ മുത്തേ, ഞാൻ എന്താ കാട്ടെ? എന്റെ പാണ് പറഞ്ഞേ. ഞാൻ പിന്നെ വണ്ടി വാങ്ങിച്ചു ഈ ഗ്യാപ്പിന്റെ അടിയിലോ? വണ്ടി കണ്ടപ്പോ ഞാൻ എങ്ങനെയാ തിരിച്ചാ ഫീഫിനെ ഞാൻ അന്നല്ല മുത്തേ ഫീഫിനെ ഒറ്റടി കിട്ടി. ഇതെല്ലാം മോട്ടറാകല്ലേ കേട്ടോ. ഏതാണോ നല്ലൊരു പീരീഡാവണേ. ഏയ് കറക്റ്റാ. സിദിമ്പോ പറഞ്ഞിട്ടില്ല, പോയി കാണല്ലേ? ഓനൊക്കെ എത്തിക്കാണല്ലോ സ്കൂളില്. എന്താ മോനെ പിള്ളേർക്കൊക്കെ പിരാന്തായോ? ഫുൾ റോങ് സൈഡും പെരും വരവും. മുട്ടായി എത്ര മുട്ടായി ഉണ്ട്? തികയോ? ഗൾഫ് മുട്ടായി കേട്ടോ, ലോക്കൽ മുട്ടായി അല്ലേ? കൊടുക്കാൻ അറബി മുട്ടായിയാണ് കൊടുത്തളാ. എത്ര ഉണ്ട് എവിടെയാന്ന് ഇപ്പൊ എങ്ങനെ അറിയാ? കൊടുക്കുമ്പോ അറിയാലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും അഫീഫിനെ അന്തകമ്മയെ അഫീഫിനെ സ്കൂൾ കൊണ്ടാക്കാൻ പോവുകയാണ്. 2 ആഴ്ചക്ക് ശേഷമാണ് അഫീഫ അവർകൾ സ്കൂളിലേക്ക് വീണ്ടും കാലെടുത്ത് വെക്കുന്നത്. എന്തായാലും നമുക്ക് പോയോക്കിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടെ. അപ്പോൾ ഗൈസ് അഫീഫിൻ്റെ സ്കൂളെത്താനായി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് അഫീഫിൻ്റെ സ്കൂളിൽ പോയി ഞാൻ കാണുന്നത് കേട്ടോ. എന്തൊരു ഫ്രെയിമാണ് അഫീഫ. ഇത് കറക്റ്റ് ഫ്രെയിമാണേ ഇതില്. ഞാൻ ഇങ്ങനെ പിടിച്ചു ക്യാമറ. അപ്പം അഫീഫിന്റെ സ്കൂളിലെത്തി. ഇതിപ്പോ മറ്റേ ചങ്ങയല്ലേ? ഇവിടെ വേടാ, ഇവിടെ ഇറക്കിയ പോലെ. അപ്പൊ ഗൈസ് അഫീഫും ടീമും ഉഷാറാക്കി. +1 അല്ലേ? എൻജോയ് പോയോട്ടെ. +1 തല്ലുമുടി ഒന്നും ഉണ്ടാക്കിട്ടോ. നിങ്ങളാണേ തല്ലുമുടി പരിടിക്ക് നിൽക്കരുത് കേട്ടോ. ആരെല്ലാം ഓടാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ പോവല്ലേ? മറ്റോനോടാ മറ്റേ ചങ്ങായി പോയാ അവിടെ കേട്ടോ. തിരിക്കട്ടെ, അവിടെ തിരിക്കാം. ഞാനൊക്കെ തിരിച്ചു വരാം. ഇത് പിടിച്ചാ ശരി. അവിടെ തിരിക്കട്ടെ, നിങ്ങക്ക് പോകാം ഇനി.
റിനാൻ മുമ്പിലൊക്കെ എത്തിയേക്കോ? അഫീഫിന് ഒരിക്കലും വ്ളോഗ് എടുക്കാൻ ആക്കരുത്. അത്രയും സൂപ്പർ ഫ്രെയിമുകളാണ് അഫീഫ്. പിന്നെ നേരം വൈകിട്ടാണല്ലോ യൂണിഫോം ഇട്ടിട്ട് ഓലൊക്കെ പോണേ. എന്നാ പോയി. അപ്പൊ ഗൈസ് ബൈ ബൈ. പോലെ നിക്ക് ഇടക്ക്. എന്നാ ഓക്കെ പോയി ബൈ. ഓക്കെ ബൈ. വലൈക്കും അസ്സലാം. അഫീഫ് എന്തെങ്കിലും ഈ ഫോണൊക്കെ ഇവിടെ വെച്ച് പോയിക്കണ്ടോ? ഇത് പെരെ കൊണ്ടേ വെക്കാനാറിനെ. പോണേ. ഇഞ്ഞെന്താ എന്താണ് എന്തേ ഈ പെരിലോ? വെക്കാ. ഇത് ഞാൻ വരുമ്പോത്തിന് അല്ലെങ്കിൽ ഏത് പെരിലേക്ക് വെക്കാ? എന്നാ അവിടെ വെച്ചോളാ. അല്ല ഞാൻ വരുമ്പോത്തിന് ഞാൻ വരാം. ഞാൻ 4 മണി വരും. ഉറപ്പാണ് എത്തും. ഓക്കെ എന്നാ ഞാൻ ആ കൂട്ടുകാരന്റെ പേര് വെച്ചോളാ. എന്തൊരു കഷ്ടം. ഞാൻ പോയി. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ആ സ്ക്രീനിന് മുമ്പിലൂടെ കടന്നു പോയത് മറ്റാരുമല്ല, ഏവർക്കും പ്രിയപ്പെട്ട അഫീഫ് അവർകളാണ്. അപ്പോൾ ഇന്നലെ അഫീഫിനെ സ്കൂളിലാക്കി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഡീറ്റെയിൽസും വിവരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അഫീഫ് ഇതാ രാവിലെ 6 മണി വരെ ലോബിയിലേനു. ഇപ്പോഴാണ് എണീച്ചത്. അല്ലേ? ഏത് ലോബിയിലേനു? ഏതോ ഊള ചെറുക്കന്മാർ ചെറിയ കുട്ടികളെ പൊട്ടിച്ചു വിട്ടോ? പോവാണോ? എന്നോട് ഇപ്പച്ചി ഇറങ്ങണേ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും വേണ്ടില്ല റെക്കോർഡ് വെക്കാൻ. പ്രദേശത്ത് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാവും? പോയാകട്ടെ. ഏതാ വണ്ടി? എടാ നടക്കല്ലേ. അതിന്റെ അച്ഛൻ്റെ ബെൽറ്റാണ്. കുളിച്ചോ? എന്നാ നടക്ക്. അഫീഫടെ അപ്പുറത്ത് അവ കാറുകളൊക്കെ കേക്കിട്ടു കേട്ടോ. മഴക്കാലത്ത് കാർ ഈ കളർ കാണണമെങ്കിൽ വെരി റയർ സീനാണ്. മാഷാല്ലാ മാഷാല്ലാ. മൈതാക്ക ഇപ്പച്ചിയോ? ഇപ്പച്ചി ഉള്ളിലുണ്ടല്ലോ. എയിമില പോണേ? ഏത് എയ്ത്തറോ? ഇതോ പച്ചക്കുതിര? അപ്പം ഇതാ ബഹുമാനപ്പെട്ട അഫീഫ് പച്ചക്കുതിരമേ യാത്രയാവുകയാണ്. അത് സോളാറല്ലേ? അത് സോളാർ പവർ അല്ലേ? എന്നാ വേടുത്ത് ഓട്ടിക്കോ. നേരത്തെ പോണം പറഞ്ഞാണ്ട്. ഞങ്ങൾ വയ്ക്കുന്നു. ചുമക്കുമ്പോ പറയണം. ഇത് മാറ്റിയിട്ടേ. ആ പച്ചക്കുതിര ഒരു ഫ്രെയിം വെച്ചറച്ചേ അമ്മേ. ആ പോണയിൽ ആയി പോയല്ലേ? പോയോ? അപ്പോൾ ഈ വണ്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പൊല്യൂഷൻ ഇല്ലാത്ത വണ്ടി കേട്ടോ. പൊല്യൂഷൻ ഇത് പറപ്പിച്ചു വിട്ടാൽ 25 പോവും. പിന്നെ നമ്മൾ ആവറേജ് സ്പീഡാണെങ്കിൽ 15-25 അടുത്ത് സ്പീഡ് കിട്ടും. ഓവർടേക്ക് ഇന്നലെ തുടങ്ങണം, എന്നാലേ നമുക്കത് ഫുള്ളാക്കാൻ കഴിയുള്ളൂ. രാവിലെ ലിമോൻ്റെ അല്ല. ഹെൽമെറ്റ് ഇവിടെ? ഹെൽമെറ്റ് ഉണ്ട്. പിന്നെ 2 ഹെൽമെറ്റും കൊണ്ടോ?
ഫർസാന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഒന്നവിടെ വെച്ചളാ. ഹെൽമെറ്റ് പോയാൽ ഞാൻ അറിയില്ല കേട്ടോ. എന്താ ഈ ഹെൽമെറ്റ് ഇവിടെ അത് ഞാൻ അങ്ങാടിയിലെ വണ്ടി എടുത്തത്. അപ്പൊ ഹെൽമെറ്റ് കെട്ടോണ്ട് പോകും. ഹെൽമെറ്റ് കെട്ടോണ്ട് പോകും. അത് കുഴപ്പമില്ല, വെക്കാനും പറ്റൂല. ക്ലാസ് റൂം കൊണ്ടുപോയിന്നാലും കുഴപ്പമില്ല. ക്ലാസ് റൂമിൽ എങ്ങനെ ഹെൽമെറ്റ് കൊണ്ടുപോകുക? ആ കൊണ്ടുപോയിക്കോ. അതിനെന്തൊരു കുറ്റം പറയണ എന്നോട് പറഞ്ഞാൽ മതി. ഹെൽമെറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ശരി. ഹെൽമെറ്റ് കൊണ്ടുപോകണേ. ഹെൽമെറ്റ് വരരുത് കേട്ടോ. ഹെൽമെറ്റ് വരരുത്. കുഴപ്പമില്ല. ഹെൽമെറ്റ് പോയാലും കുഴപ്പമില്ല. അല്ല ഇതിലിട്ടുള്ള ഇതില് മൂട്ടില് സ്ഥലം ഉണ്ടാവില്ല. അതല്ലേ പറഞ്ഞേ. ഇതിന് മൂട്ടിൽ എത്ര സ്ഥലം ഉണ്ട്? അതിന് മൂട്ടിൽ എത്ര സ്ഥലം അല്ല. ഇത് ഓഫാക്കി മൂട് കാണിച്ചാലേ ഞാൻ പോയോക്കട്ടെ. എന്നാ ബൈ. അപ്പൊ പോയി വന്നിട്ട് കാണാം. എന്നാ ബൈ ബൈ. അസ്സലാമു അലൈക്കും. ആ ലോബിയിൽ നേരെ നീച്ച് പോവല്ലേ? ഏതായി കൊച്ചൊക്കെ ഭയങ്കര പൊലിവായിട്ട് 24/7 ഓണായിട്ടാണല്ലോ സ്കൂളിലൊക്കെ പോയിരുന്നത്. അതുകൊണ്ട് പറയാൻ എന്തായാലും 6 മണിക്ക് കിടന്നിട്ടില്ല നമ്മളാരും. ഒരു 12 വെറുതെ പറയണേ. നിങ്ങളൊക്കെ എന്നേലും ഒരു 6 മണിക്ക് കടന്നു കാണും. ഇങ്ങനെ അങ്ങനെ ഒരു ദിവസമാണ് എഴുതിക്കോളൂ. എന്നാ പോയിക്കൂടി പോട്ടെ. ആ ആറാട്ടെണ്ണം പോണ വരി ഉണ്ടല്ലോ അല്ലേ? ഇജ്ജ് കുളിച്ചോ? കുളിച്ചിട്ടില്ലേ? വേഗം പോയി കുളിച്ച് അച്ചു വന്നാ ചായ കുടിച്ചു വന്നാണി. അപ്പൊ ഗായ്സ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാണട്ടാ. ഗായ്സ് എന്താണ് വീട്ടിൽ പോയിട്ടേ എന്താണ് ആഴ്ചമാത്താക്ക് ഒരു ടീം ഒരു തട്ട അയച്ചിക്കണല്ലോ. അപ്പൊ ആഴ്ചമാത്താക്ക് നബീല് പറഞ്ഞു കൊടുക്കുക, ഇതാണ് അതിന്റെ ഇൻസ്റ്റാഗ്രാം ID. പേരെ പോയിട്ടൊരു സ്റ്റോറി താങ്ക് യു പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടാ മതി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഓരോട്ടായി. അപ്പൊ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതാട്ടത്. എഴുതിയാണ്ടേ ഇല്ല കഴിഞ്ഞിട്ടില്ല. ഇത് കുടിച്ചാണി. ഇതെന്താ കസാലയൊക്കെ എടുത്തു വെക്കാണ്. ആ ഓക്കെ. ഇത് എൻ്റെ ഡോക്ടർ എഴുതിയിട്ടത്. എഴുതി പേപ്പർ കഴിഞ്ഞിട്ട് ബാക്കിൽ എഴുതിയേക്കാണ് ഡോക്ടർ. ഫുൾ എഴുതിയേക്കാണ് കേട്ടോ. അല്ല പറഞ്ഞു കൊടുക്ക, എൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്ക. ഇനി ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുക അല്ലേ? അപ്പം ആഴ്ചമാത്താക്ക് ഇന്നലെ മാത്രം 1, 2, 3 കാർഗോയിൽ നിന്ന് സമ്മാനമായി നേടിയ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊടുക്കാണ്ട് കേട്ടോ. അപ്പൊ ആഴ്ചമാത്താക്ക് ഓരോരുത്തർ സ്നേഹത്തിന്റെ പുറത്ത് അയച്ചതാണ്. ആഴ്ചമാത്ത കിട്ടോ മുണ്ടല്ലോ. ആ ഗേറ്റ് കടക്കേനി. ആഴ്ചമാത്ത ഇങ്ങോട്ട് വന്നാണി. ആഴ്ചമാത്ത ഇങ്ങോട്ട് വരി. പിന്നെ എന്താ അങ്ങനല്ല, ഇത് സ്നേഹത്തിന്റെ പുറത്താണ്. എന്നാ ബെടുക്ക് ഇങ്ങോട്ടോ നോക്ക്. മാതാ വരി. കാരക്ക ഇതെന്താണ്? പാൽപ്പൊടി. ഭാഗ്യം, കറക്റ്റ് മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ മുത്ത് ഉജാലാക്കിനി. സോപ്പ്, ഗൾഫത്തെ സോപ്പ്. ആ അണ്ടിപരിപ്പ്, ബദാം, അമൃതാഞ്ജന്, വേദൻക്ക്, മുട്ടായി, പിസ്ത. ഇത് ഫുള്ള് എൻ്റെ കുട്ടികളാണ്. ഓക്കെ. ഇനി ആശുമാതാക്ക് തണുപ്പത്ത് മൂടി പുതച്ച് ഉറങ്ങാൻ അതപ്പോ കൊടുത്തോൽക്ക് ആശുമാതാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് പുതപ്പാണ്. എല്ലാവർക്കും നന്ദി. അപ്പൊ ഷീവെയിൽസ് 2 തട്ടം ബല് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഇടാൻ സുഖല്ലേ? നല്ല മോഡേൺ തട്ടം. സൂപ്പർ തട്ടം. തലയിലാണ്ട് നിൽക്കും. അപ്പൊ തട്ടൊക്കെ സെറ്റ് ആയിക്കണ ആഴ്ചമാതാക്ക്
അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതാ എന്താ വെച്ചാൽ മതാ ഞാൻ എന്താ വണ്ടിച്ച പറഞ്ഞോണ്ടിട്ടോ. ആ അമ്മേ അത്ര ആ കഴിഞ്ഞോ വാ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് രഥമൊക്കെ സെറ്റ് ചെയ്ത് എങ്ങോട്ടാ പോകണമെന്നുള്ളത് ഈസ് എ ബിഗ് 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 സർപ്രൈസ്. സോ എന്താവും ആ സർപ്രൈസ് എന്നുള്ളത് എല്ലാവരും കണ്ടറിഞ്ഞ് കാണുക. സോ നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളൊരു ആവശ്യത്തിനാണ് പോണത്. പിന്നെ ഞങ്ങൾ എങ്ങോട്ടാന്നുള്ളത് വൈകുന്നേരം അറിയും. മാഷാ അല്ലാ എൻ്റെ കുട്ടിയാണ് ഇത്. അടിച്ചോനെ പോലെ എന്ത് എന്ത് കൊണ്ടുവരാനാണോ ജന്തുക്കളാണോ? ജന്തുക്കളെ കൊണ്ടുവരാൻ പോവാ. എങ്ങനെയുണ്ട്? നായ്ക്കളെ കൊണ്ടുവരട്ടെ? നായ്ക്കളെയാണോ? നായ്ക്കളെയാണ് ഇന്നെ അല്ല നായ്ക്കളെ കൊണ്ടുവരാനാണോ? എന്തായാലും പ്രാർത്ഥിക്കുക. അതായത് നായ്ക്കൾ നല്ല നായ്ക്കളെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നായ്ക്കൾ കൂടിപ്പോ ഇവിടെ ഉണ്ടാക്കാണ് വിവേകേട്ടം. ഇന്ന് പണി തുടങ്ങും. നായ വരുമ്പോഴോ? നായ് വരുമ്പോഴല്ല അതൊക്കെ അടുത്ത് തന്നെ മുറിച്ചു. അപ്പൊ ഞങ്ങള് കാട്ടിക്കൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് മരം ഒന്നും മുറിച്ചോണ്ടമ്മ. ഷോട്ടിലിട്ടാൻ കൊടുത്താണ് മുറിച്ചു. ആണോ? അപ്പൊ അവിടെ കൂടുണ്ടാക്കി റബ്ബർ പോയ ഇവിടെ വിവരം അറിയിട്ടോ. അപ്പൊ എന്തായാലും വെച്ചിട്ട് ഈ റബ്ബറിന് എന്താ വെച്ചാ പൈസ ഞാൻ കൊടുക്കാം. മുറിച്ചല്ലേ അറിയുമ്പോ നിന്നാ എന്താ വിഗോ? അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ പുറപ്പെടുകയാണ്. എക്സൈറ്റഡ് ആണോ? വെരി മച്ച് എക്സൈറ്റഡ് ആണോ? യെസ് വെരി മച്ച്. അർഷി നബീൽ അമ്മ വെള്ളക്കുപ്പി വേണ്ടി അതെ എവിടേക്ക് എന്താന്നല്ല എക്സൈറ്റഡ് ആണോ? ഓ എന്താണ് നിഹാൽ എക്സൈറ്റഡ് ആണോ? യെസ് എല്ലാവരും എക്സൈറ്റഡ് ആണ്. ആടാ എല്ലാരും ബ്ലാക്കാലോ. അപ്പോൾ എല്ലാവരും ലോബിന്ന് ഇന്നലെ 6 മണിക്ക് കയറിയിട്ടുള്ളൂ. നബീലൊക്കെ എടാ മാറ്റ് നീ കിട്ടില്ലേ? ഓക്കെ സോ ഇൻഷാല്ലാ അപ്പം എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. കിട്ടൂല പറയാൻ. ആയിക്കോട്ടെ, പറ്റണ പോലെ സഹായിക്കുക. പറ്റുന്ന പോലെ സഹായിക്ക. യൂട്യൂബ് ആ ഓക്കെ ഇത് മുത്താണ്. ഓക്കെ അത് വണ്ടി എടുത്തോളൂ. ആ കമ്പിളി പോതപ്പ് നല്ല കമ്പിളി പോതപ്പാ. മഴക്കാലത്തെ തിരുമ്പാനൊക്കെ പറ്റും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് തിരുമ്പാതെ ഇവിടെ വാഷിംഗ് മെഷീനിലിടേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ആ അതിപ്പോൾ ഉണക്കാനൊക്കെ സുഖമാണ് നമ്മളതിൽ. അതിന് ഇതാക്കിയാൽ മതി കേട്ടോ. ഞങ്ങൾ പോയി തരാം കേട്ടോ. അപ്പോൾ ഗായ്സ് നോക്കട്ടെ നമ്മള് അടങ്ങി. അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ പോവുകയാണ്. എന്തിനാണ് ഞങ്ങൾ പോണത്, എവിടേക്കാണ് പോണത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഇന്ന് വൈകുന്നേരം ഒരു കിഡിലൻ അൺബോക്സിങ് വീഡിയോ വരാണ്ട്. ഇന്ന് വൈകുന്നേരം അല്ലേ നാളെ വരും. രണ്ടാമത്തെ പെട്ടി അൺബോക്സ് ചെയ്ത് ചിറിച്ച് മരിച്ചിരിക്കുന്നോടെ എല്ലാവരും. അപ്പോൾ എന്തായാലും ആ ഒരു വ്ളോഗിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. എന്താണ് ഇനി വരാനുള്ളത്, വരുമ്പോഴേക്ക് വരാനുള്ളത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ആൾ. ബൈ ബൈ.